ഇപ്പോൾ എവിടെ നോക്കിയാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഒരു കളിയിലെ ഫോർമാറ്റിനെ ചൊല്ലി വിമർശിക്കുന്നവരും കളിയാക്കുന്നവരും ആശ്വസിക്കുന്നവരും നമുക്ക് കാണാം. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു ക്രിസ്ത്യാനോയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാത്തിനെയും അതിജീവിച്ച് ഉയർന്നു വന്ന ഫുട്ബോളിന്റെ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ. ലെറ്റ്സ് ഗോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ചെറിയ ദ്വീപിൽ ജനിച്ച ഒരു കുട്ടി ലോക ഫുട്ബോളിന്റെ രാജാവായി മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. 1985 ഫെബ്രുവരി 5-ന് പോർച്ചുഗലിലെ മദേറ എന്ന ചെറിയ ദ്വീപിൽ ജനിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം എളുപ്പമായിരുന്നില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അച്ഛൻ ഒരു തോട്ടക്കാരനും അമ്മ ഒരു പാചക തൊഴിലാളിയുമായി. കുട്ടിക്കാലത്ത് റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു സ്വപ്നം മാത്രം: ഫുട്ബോൾ കളിച്ച് ലോകം കീഴടക്കുക. 12-ാം വയസ്സിൽ സ്വന്തം കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിട്ട് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ ലിസ്ബണിലേക്ക് യാത്രയായി. ആ ചെറിയ പ്രായത്തിൽ കുടുംബത്തെ വിട്ടു നിൽക്കേണ്ടി വന്ന വേദന അദ്ദേഹത്തെ പല രാത്രികളിലും കരയിപ്പിച്ചു. പക്ഷേ അവൻ ഒരിക്കലും തന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. സ്പോർട്ടിംഗ് CPയിൽ പരിശീലനം നടത്തുമ്പോൾ ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം കണ്ടെത്തി. ഫുട്ബോൾ കരിയർ അവസാനിച്ചേക്കുമെന്ന ഭയം എല്ലാവരെയും അലട്ടിയിരുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൻ വീണ്ടും മൈതാനത്തിലേക്ക് തിരിച്ചെത്തി. 2003-ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേർന്നതോടെ ലോകം റൊണാൾഡോയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിവേഗ ഓട്ടം, അത്ഭുത ഡ്രിബ്ലിംഗ്, അസാധാരണമായ ഗോൾ സ്കോറിംഗ് കഴിവ് എല്ലാം ചേർന്ന് അവനെ ലോക ഫുട്ബോളിലെ പുതിയ സൂപ്പർ താരമാണ്. പിന്നീട് റിയൽ മാഡ്രിഡിലേക്കുള്ള ചരിത്രപരമായ മാറ്റം. അവിടെയാണ് റൊണാൾഡോ യഥാർത്ഥ ഇതിഹാസമായത്. നൂറുകണക്കിന് ഗോളുകൾ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, ബാലൻഡിയർ പുരസ്കാരങ്ങൾ, റെക്കോർഡുകൾക്ക് മുകളിലൂടെ റെക്കോർഡുകൾ. എന്നാൽ ഈ വിജയങ്ങളുടെ പിന്നിൽ ഒരുപാട് വേദനകളും ഉണ്ടായിരുന്നു. 2005-ൽ അച്ഛനെ നഷ്ടപ്പെട്ടത് റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്നായി. തന്റെ വിജയങ്ങൾ നേരിട്ട് കാണാൻ അച്ഛന് കഴിഞ്ഞില്ലെന്നത് ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിലെ വേദനയാണ്. 2016 യൂറോ കപ്പ് ഫൈനലിൽ പരിക്കേറ്റ് കണ്ണീരോടെ മൈതാനം വിട്ട റൊണാൾഡോയെ ലോകം കണ്ടു. പക്ഷേ മത്സരം അവസാനിക്കുമ്പോൾ പോർച്ചുഗൽ കിരീടം നേടിയിരുന്നു. ആ കണ്ണീർ സന്തോഷത്തിന്റെ കണ്ണീരായി മാറി. ജീവിതത്തിൽ പല വിമർശനങ്ങളും നേരിട്ടു. പലരും അവനെ അഹങ്കാരി എന്ന് വിളിച്ചു. പലരും അവൻ അവസാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഓരോ തവണയും റൊണാൾഡോ തന്റെ പ്രകടനം കൊണ്ടാണ് മറുപടി നൽകിയത്. അവൻ ജയിച്ച ട്രോഫിയേക്കാൾ വലുതാണ് അവൻ നേടിയ മനസ്സുകൾ. കാരണം റൊണാൾഡോ ഒരു ഫുട്ബോൾ താരം മാത്രമല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കുള്ള ഒരു സന്ദേശമാണ്. തന്റെ സ്വപ്നം എത്ര വലുതാണെങ്കിലും കഠിനാധ്വാനത്തോടെ അതിനെ സ്വന്തമാക്കാം എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച മനുഷ്യൻ. ഇന്ന് കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണുകളിൽ ഒരു താരം മാത്രമല്ല അദ്ദേഹം. ഒരു പ്രചോദനമാണ്, ഒരു വികാരമാണ്, ഒരു ചരിത്രമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ അവസാനിച്ചാലും ഈ പേര് ഒരിക്കലും അവസാനിക്കുന്നില്ല. കോടിക്കണക്കിന് ആരാധകർക്ക് അദ്ദേഹം CR7 മാത്രമല്ല, ഒരു ഇതിഹാസമാണ്. കഴിവ് നിങ്ങളെ ആരംഭിപ്പിക്കും, പക്ഷേ കഠിനാധ്വാനമാണ് നിങ്ങളെ ഇതിഹാസമാക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ എവർ എ ലെജൻഡ്. താങ്ക് യു.